കാസർഗോഡ് നീലേശ്വരം റെയിൽവേ സ്റ്റേഷന് ഒടുവിൽ ശാപമോക്ഷം. പുതിയ കെട്ടിടത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി ടെൻഡർ നടപടികൾ ആരംഭിച്ചു. ദിവസേന ആയിരങ്ങൾ ആശ്രയിക്കുന്ന സ്റ്റേഷൻ വരുമാനത്തിലും മുൻപന്തിയിലാണ്. കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലയിലുള്ളവർ കൂടുതൽ ആശ്രയിക്കുന്നത് നീലേശ്വരം റെയിൽവേ സ്റ്റേഷനാണ്. കാലങ്ങളായി സ്റ്റേഷനോട് കടുത്ത അവഗണന തുടരുന്നതിനെതിരെ പ്രതിഷേധവുമായി സന്നദ്ധ പ്രവർത്തകരും യാത്രക്കാരും രംഗത്തെത്തിയിരുന്നു. ഏറെക്കാലത്തെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് നവീകരണ പ്രവൃത്തികളുമായി റെയിൽവേ മുന്നോട്ട് വന്നത്. പുതിയ സ്റ്റേഷൻ കെട്ടിടത്തോട് ചേർന്ന് ആധുനിക രീതിയിലുള്ള പ്രവേശന കവാടം, പടിഞ്ഞാറ് ഭാഗത്ത് നിലവിലുള്ള ഗാന്ധി പ്രതിമയ്ക്ക് താഴെ പുതിയ പാർക്കിംഗ് സമുച്ചയം എന്നിവയുൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കാണ് ടെൻഡർ ക്ഷണിച്ചത്. 4 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരിക്കുന്നത്. 6 മാസമാണ് നിർമ്മാണ കാലാവധി. നിർമ്മാണം പുരോഗമിക്കുന്നതിനനുസരിച്ച് ഡിവിഷണൽ റെയിൽവേ മാനേജറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് കൂടുതൽ പ്രവൃത്തികൾക്ക് തുക അനുവദിക്കും. തീവണ്ടികളുടെ പോക്കുവരവ് സൂചിപ്പിക്കുന്ന ഇലക്ട്രോണിക് ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി ഉടൻ ആരംഭിക്കും. സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിലും പ്ലാറ്റ്ഫോമുകളിലുമായി CCTV ഇതിനോടകം സ്ഥാപിച്ചു കഴിഞ്ഞു. 2024-25 സാമ്പത്തിക വർഷം യാത്രാ ഇനത്തിൽ മാത്രം സ്റ്റേഷന് 8 കോടി രൂപയുടെ വരുമാനമാണ് ലഭിച്ചത്. ശരാശരി 6500 യാത്രക്കാർ പ്രതിദിനം നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ വഴി യാത്ര ചെയ്യുന്നുണ്ട്. റെയിൽവേയുടെ പുതിയ തീരുമാനം യാത്രക്കാർക്കും ഏറെ പ്രയോജനകരമാകുമെന്നാണ് പ്രതീക്ഷ. സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവും യാത്രക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.